सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः। സരസ്വതിയും മഹാലക്ഷ്മിയും പാർവതിയിൽ നിന്നും ഭിന്നയാണെന്നോ നീചമായിട്ടുള്ള ഭാവമാണെന്നോ കരുതാതിരിക്കാൻ വേണ്ടി ശങ്കര ഭഗവത്പാദർ ഈ മൂന്ന് ദേവതമാരും ഒരു ശക്തിയുടെ വിഭിന്ന ഭാവങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്നു. എന്നാൽ വിഭിന്ന ഭാവങ്ങളിൽ നിന്നും അതീതയായ തുരീയയായ നാലാമത്തേതായ ഒരു ഭാവവും ദേവിക്ക് പാർവതിക്കുണ്ട് എന്നും വർണ്ണിക്കുന്നു. ത്രിമൂർത്തികളുടെ പത്നിമാരല്ലാതെ അതിൽ നിന്നും ഉപരിയായി പരബ്രഹ്മ മഹിഷി എന്നൊരു മഹത്വപൂർണമായ ഭാവം ദേവിക്കുണ്ട്. പരബ്രഹ്മശക്തിയായ മഹാമായ സങ്കല്പമാണിത്. അദ്വൈത തത്വത്തെ, അദ്വൈത ഭാവത്തെ കവി ഭാവനയിൽ കൂടി ആചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്ന ഒരു ശ്ലോകമാണ്. ഗിരാമാഹുർദേവീം ദ്രുഹിണ ഗൃഹിണീം ആഗമവിദോ ഹരേഹേ പത്നീം പത്മാം ഹര സഹചരീം അദ്രിതനയാം തുരീയ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം പ്രമയസി പരബ്രഹ്മ മഹിഷി. ഗിരാമാഹുർദേവീം ദ്രുഹിണ ഗൃഹിണീം ആഗമവിദോ ഹരേ പത്നീം പത്മാം ഹര സഹചരീം അദ്രിതനയാം തുരീയ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം പ്രമയസി പരബ്രഹ്മ മഹിഷി. ഗിരാം ആഹുഹു ദേവീം ദ്രുഹിണ ഗൃഹിണീം ആഗമവിദഃ ഹരേഹേ പത്നീം പത്മാം ഹര സഹചരീം അദ്രിതനയാം തുരീയ കാപി ത്വം ദുരധിഗമ നിസ്സീമ മഹിമാ. ഒരു പദം. മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി. ഗിരാം ആഹുഹു ഗിരാമാഹു ആഹുഹു ദേവീം ആഹുർദേവീം ഗിരാം ആഹുഹു ദേവീം ഗിരാമാഹുർദേവീം ഹര സഹചരീം അദ്രിതനയാം ഹര സഹചരീം അദ്രിതനയാം. ഹേ പരബ്രഹ്മ മഹിഷി, ആഗമവിദഃ ദ്രുഹിണ ഗൃഹിണീം ഗിരാം ദേവീം ഹരേഹേ പത്നീം പത്മാം ഹര സഹചരീം അദ്രിതനയാം ആഹു ത്വം കാപി തുരീയ ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയസി. ഹേ പരബ്രഹ്മ മഹിഷി, ഹേ പരബ്രഹ്മ മഹിഷി, ആഗമവിദഃ, ഹേ പരബ്രഹ്മ മഹിഷി, ആഗമവിദഃ ദ്രുഹിണ ഗൃഹിണീം ദ്രുഹിണ ഗൃഹിണീം ദ്രുഹിണ ഗൃഹിണീം ഗിരാം ദേവീം ഗിരാം ദേവീം ഹരേഹേ പത്നീം ഹരേഹേ പത്നീം പത്മാം പത്മാം ഹരസഹചരീം ഹരസഹചരീം അദ്രിതനയാം ആഹു അദ്രിതനയാം ആഹു പുരുഷോ ത്വം അദ്രിതനയാം ആഹു ത്വം കാപി തുരീയ ദുരധിഗമ നിസ്സീമ മഹിമാ ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയസി വിശ്വം ഭ്രമയസി.
മഹാമായ വിശ്വം ഭ്രമയസി. ഹേ പരബ്രഹ്മ മഹിഷി, ആഗമവിതഃ ദ്രുഹിണഗൃഹിണീം ഗിരാം ദേവീം ഹരേഃ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം ആഹുഃ. ത്വം കാപി തുരീയ ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയസി. ഹേ പരബ്രഹ്മ മഹിഷി, അല്ലയോ പരബ്രഹ്മത്തിന്റെ പട്ടമഹിഷിയായ അമ്മേ ദേവി, പരബ്രഹ്മത്തിന്റെ ഭാര്യയായിരിക്കുന്ന ദേവി, ആഗമവിദഃ, ആഗമം വേദം, വേദതത്വങ്ങൾ അറിഞ്ഞ പണ്ഡിതന്മാർ, ദ്രുഹിണഗൃഹിണീം ഗിരാം ദേവി, ബ്രഹ്മപത്നിയായ, ബ്രഹ്മാവിന്റെ പത്നിയായ ഗിരാം ദേവി, വാക്കുകളുടെ ദേവതയായ സരസ്വതി എന്നും, ഹരേഹ പത്നിയും പത്മാം, ഹരിയുടെ പത്നിയായ പത്മ ലക്ഷ്മി എന്നും, ഹരസഹചരിയും അദ്രിതനയാം ആവും, ഹരന്റെ പത്നിയായ, ഹരന്റെ സഹചരിയായ, സഹചാരിണിയായ അദ്രിതനയാം പർവ്വതപുത്രി എന്നും ആഹുഹു, അമ്മേ നിൻ തരുവടിയെ പറയുന്നു. 3 തരത്തിൽ പറയുന്നു. ബ്രഹ്മാവിന്റെ പത്നിയായും വിഷ്ണുവിന്റെ പത്നിയായും ശിവന്റെ പത്നിയായും പറയുന്നു. ത്വം നിന്തിരുവടി കാപി തുരീയ ദുരധിഗമ നിസ്സീമ മഹിമ മഹാമായ വിശ്വം ഭ്രമയസി. കാപി എന്ന് പറഞ്ഞാൽ ഏതോ ഒന്ന്, ഒരു അനിർവചനീയമായ, തുരീയ നാലാമത്തേതായവളും, ഈ 3 തരത്തിൽ ദേവി വർത്തിക്കുന്നു. ഇത് കൂടാതെ വേറെ എന്തോ പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു തുരീയാവസ്ഥ, 4ാമത്തെ ഭാവത്തോടുകൂടി, ദുരധിഗമ നിസ്സീമ മഹിമ, വളരെ ക്ലേശിച്ചാൽ മാത്രം അറിയാൻ സാധിക്കുന്ന നിസ്സീമ മഹിമ, ആ സീമയില്ലാത്ത മഹിമകളോട് കൂടിയ, ഗുണങ്ങളോട് കൂടിയ മഹാമായ, മഹാമായ ആകുന്നു. മഹാമായ സങ്കല്പം ദേവിക്ക് വിശേഷാൽ ആചാര്യസ്വാമികൾ കൊടുത്തിരിക്കുകയാണ്. ഈ 3 അവതാരങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈ 3 ദേവന്മാരുടെ ഭാര്യാസങ്കല്പമല്ലാതെ 4ാമത് അനിർവചനീയമായിരിക്കുന്ന ഏതോ ഒരു 4ാമത്തേതായ ഭാവത്തോടു കൂടിയ മഹാമായ സങ്കല്പത്തിൽ അങ്ങ് ഭ്രമിപ്പിക്കുന്നു. ഈ ലോകത്തുള്ളവരെ, ജനങ്ങളെ ഭ്രമിപ്പിക്കുന്നു. കാപി തുരീയ ദുരധിഗമ നിസ്സീമ മഹിമ, ദുരധിഗമമായിരിക്കുന്ന, വളരെ ക്ലേശിച്ചാൽ മാത്രം സാധകന് പെട്ടെന്ന് ഈ ഭാവത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. തീവ്രമായിരിക്കുന്ന ഏകാന്ത ഭക്തിയോട് കൂടി തന്നെ ദേവിയെ ഉപാസിച്ചാൽ മാത്രമേ ഈ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ തുരീയ ഭാവത്തെ, തുരീയ അവസ്ഥയെ. അങ്ങനെ നിസ്സീമ മഹിമ, സീമയില്ലാത്ത ഗുണങ്ങളോടുകൂടിയ മഹാമായ, ആ മഹ എന്ന ശബ്ദം ഇവിടെ മാത്രമേ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത്രയും മഹത്വപൂർണമായിരിക്കുന്ന, ബൃഹത്തായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന ഒരു ഭാവമാണ് ഈ തുരീയാവസ്ഥ. വിശ്വം, വിശ്വത്തെ, ലോകത്തെ, ജനങ്ങളെ ഭ്രമിപ്പിക്കുന്നു. പരബ്രഹ്മ മഹിഷിയായ അല്ലയോ ദേവി, പരബ്രഹ്മ സങ്കല്പത്തിൽ അവതാരങ്ങളല്ല, ഈശ്വരൻ, അതിനുശേഷം ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതിന് ശേഷമാണ് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മം ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ. ആ പരബ്രഹ്മം ഒരു ദേവനാണെങ്കിൽ ആ ബ്രഹ്മത്തിന്റെ പട്ടമഹിഷിയാണ് ദേവി. അങ്ങനെയാണ് കവി കാണുന്നത്. അല്ലയോ പരബ്രഹ്മ മഹിഷി എന്ന് പറഞ്ഞാൽ ഭാര്യയായിരിക്കുന്ന അല്ലയോ ദേവി, വേദരഹസ്യം അറിയുന്നവർ, വേദപണ്ഡിതന്മാർ നിന്തിരുവടിയെ ബ്രഹ്മപത്നിയായ വാഗ്ദേവി എന്ന് പറയും. ബ്രഹ്മാവിന്റെ മകളായിരിക്കുന്ന, ബ്രഹ്മാവിന്റെ ഭാര്യയായിരിക്കുന്ന വാഗ്ദേവി എന്ന് പറയും. നിന്തിരുവടിയെ തന്നെ ഹരിപത്നിയായ പത്മ എന്നും, ആ ദേവിയെ തന്നെ വിഷ്ണു ഭഗവാന്റെ പത്നി എന്നും, ഹരസഹചരിയായ പാർവതി എന്നും പറയും. ഹരന്റെ സഹചാരിണിയായ ധർമ്മപത്നിയായ പാർവതി എന്നും പറയും. എന്നാൽ നിന്തിരുവടി തുരീയയും അറിയാനാകാത്ത നിസ്സീമ മഹിമയുള്ളവളുമായി വിശ്വത്തെ ഭ്രമിപ്പിക്കുന്ന മഹാമായ എന്ന സങ്കല്പവുമാകും.
ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും അവരുടെ ഭാര്യമാരായി കൽപ്പിക്കപ്പെടുന്ന സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നിവരും യഥാക്രമം രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടായവരാണ്. ചരാചരാത്മകമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളാണ് ഇവരുടെ കർത്തവ്യങ്ങൾ, ഇവരുടെ പ്രവൃത്തികൾ. ത്രിഗുണങ്ങളും ത്രിഗുണാത്മകരായ ദേവീദേവന്മാരും തുരീയമായി, തുരീയം നാലാമത്തേതായ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ്. ആ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായവരാണ് ഈ ദേവന്മാരും ആ ദേവന്മാരുടെ ഭാര്യമാരും. ഈ ശ്ലോകത്തിൽ ദേവിയെ പരബ്രഹ്മ മഹിഷി എന്ന് സംബോധന ചെയ്യുന്നു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പോലെ പരബ്രഹ്മത്തിന് സ്ത്രീ പുരുഷ രൂപമായ ദ്വൈതീഭാവം കൽപ്പിക്കാൻ പാടില്ല. ഗുണാതീതമായ ബ്രഹ്മത്തിന് ഗുണാരോപം ചെയ്ത് മഹാമായയായി സങ്കല്പിച്ചിരിക്കുന്നു. അദ്വൈത വേദാന്ത പ്രകാരം മായാധീനന്മാരായ അവിദ്യാവസ്തുക്കൾ പ്രപഞ്ചത്തെ വിവർത്തമായ രൂപത്തിൽ അറിയും. ഈ അറിവ് മിഥ്യയാണ്. മിഥ്യയാണെങ്കിലും അത് ബ്രഹ്മത്തിന്റെ തന്നെ ഒരു ധർമ്മവുമാണ്. ആവരണ വിക്ഷേപ രൂപത്തിലുള്ള അവിദ്യയുടെ ഈ പ്രവർത്തനത്തിന് കാരണം മഹാമായ രൂപത്തിലുള്ള ചിത് ശക്തിയുടെ വ്യാപാരമാണ്. തന്ത്രശാസ്ത്രപ്രകാരം ശുദ്ധവിദ്യ അഥവാ ബ്രഹ്മജ്ഞാനം കൊണ്ട് മായയെ അറിയാം. പ്രവൃത്യുന്മുഖമായ പരബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾക്ക് കാരണഭൂതയായ മഹാമായ. മായ രണ്ട് തരത്തിലാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. ഒന്ന് ആവരണശക്തി, രണ്ട് വിക്ഷേപശക്തി. ആവരണം ഒന്നിനെ മറ്റൊന്നായി കാണിക്കുന്നു. മാജിക് കാണിക്കുന്ന സമയത്ത് ആ മജീഷ്യൻ, മാന്ത്രികൻ ചെറിയൊരു കൂടിൻ്റെ അകത്തൊരു പ്രാവിൻ കുഞ്ഞിനെ കാണിക്കുന്നു, പെട്ടെന്ന് അത് മാറ്റി ഒരു പൂച്ചക്കുഞ്ഞിനെ കാണിക്കുന്നു, പെട്ടെന്ന് അത് മാറ്റി ഒരു പട്ടിക്കുഞ്ഞിനെ കാണിക്കുന്നു. ഇങ്ങനെ ഒന്നിനെ മറ്റൊന്നായി കാണിക്കുന്നതാണ് വിക്ഷേപശക്തി എന്ന് പറയുന്നത്. ശ്രീരാമൻ സ്വർണ്ണമാനെ കണ്ട സമയത്ത് അത് മാരീചനല്ല, ഇത് സ്വർണ്ണമാൻ തന്നെയാണ് എന്ന് അവിടെ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണാവതാരമായിരിക്കുന്ന ശ്രീരാമനെ ഭ്രമിപ്പിച്ചത് മായയായിരുന്നു, മായാശക്തിയാണ്. ഇത് വിക്ഷേപശക്തി, ഒന്നിനെ വേറൊന്നാക്കി വിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് മായ. ഇനി ആവരണശക്തി അതെങ്ങനെയാണ്? ഒരു മാന്ത്രികൻ ആ ഇന്ദ്രജാലം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി കൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് അവിടെ പുക വരുന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പെട്ടെന്നത് ആ പുക മാറി ആ സാധനങ്ങൾ കാണുന്നു. ഇത് ആവരണ ശക്തിയാണ്. പുക കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്. അത് ആവരണ ശക്തി എന്നത് മായയുടെ രണ്ടാമത്തെ ശക്തിയാണ്. ഒന്ന് വിക്ഷേപശക്തി, ഒന്ന് ആവരണശക്തി. ഇങ്ങനെ നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാമായയുടെ പ്രവർത്തനം കൊണ്ട് ജീവിക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അവസ്ഥകളാണ് ഉണ്ടാവുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് രജോ ഗുണമാണ്. ഈ അവസ്ഥയിൽ വ്യക്തിസുഖവും ദുഃഖവും അനുഭവിക്കുന്നു. വ്യക്തി സുഖവും ദുഃഖവും, വ്യക്തിസുഖം, വ്യക്തി ദുഃഖം, വ്യക്തിയുടെ സുഖവും ദുഃഖവും വ്യക്തി അനുഭവിക്കുന്നു. അടുത്ത അവസ്ഥ സ്വപ്നമാണ്. സ്വപ്നാവസ്ഥയിൽ സത്വഗുണമാണ് പ്രവർത്തിക്കുന്നത്. ഈ അവസ്ഥയിൽ ദുഃഖം കുറവാണ്. ആനന്ദത്തിന്റെ അറിവ് കൂടുതലും സുഷുപ്തി അവസ്ഥയിൽ തമോ ഗുണത്തിന് പ്രവർത്തന ശക്തി ഉണ്ടാകും. ഈ അവസ്ഥയിൽ ആനന്ദത്തിന്റെ അറിവ് കൂടുതലും സുഷുപ്തി അവസ്ഥയിൽ തമോ ഗുണത്തിന് പ്രവർത്തന ശക്തി ഉണ്ടാകും. ഈ അവസ്ഥയിൽ ജീവൻ ദുഃഖസ്പർശമുള്ള ആനന്ദം അനുഭവിക്കുന്നു. പക്ഷേ ആനന്ദം അനുഭവവേദ്യമായി തീരാറില്ല. 4ാമത്തെ അവസ്ഥയാണ് തുരീയാവസ്ഥ. ഈ അവസ്ഥയിൽ എത്താൻ കഴിയുന്ന ജീവൻ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു. ഈ 4 അവസ്ഥകളും ജീവനെ പോലെ പ്രപഞ്ചത്തിന് ബാധകമാണ്. തുരീയാവസ്ഥയിലുള്ള ചിത്ത് ശക്തിയെ വാക്കുകൊണ്ട് വിവരിക്കാനോ ചിന്തിച്ചറിയുവാനോ സാധ്യമല്ല. അത് നിസ്സീമ മഹിമയാണ്, സീമയില്ലാത്ത ഒരു അവസ്ഥയാണ്. തുരീയമായ ആ ശക്തി തന്നെ എല്ലാത്തിനെയും ബന്ധിക്കുകയും ചെയ്യും. സർവജ്ഞരായ മഹായോഗികൾ പോലും മഹാമായയുടെ പ്രവർത്തനത്തിന് വഴങ്ങി
അജ്ഞരെ പോലെ പെരുമാറിപ്പോകുന്നു. അവിദ്യാവശരായ ജീവികളുടെ പ്രവർത്തനം കൊണ്ട് പ്രപഞ്ചം നിലനിൽക്കുന്നു. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഈ മഹാമായയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കണം. ഇല്ലാതെ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം ഇതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ദേവതാഭാവത്തെയാണ് ആചാര്യസ്വാമികൾ തുര്യാവസ്ഥയാകുന്ന ആ ദേവീ സങ്കല്പത്തിൽ കൂടി നമുക്ക് തരുന്നത്. ഇത് പടിപടിയായി ഉയർന്ന് ഒരു സാധകൻ പോകുന്ന സമയത്ത് അവന്റെ ആ അവസാനത്തെ നിലയിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഭക്തി. അതിൽ മാത്രമേ ഈ തുര്യാവസ്ഥയുടെ അനുഭവം നമുക്കുണ്ടാവുകയുള്ളൂ. ഇതിന്റെ ഈ പ്രവർത്തനം കൊണ്ടാണ്, ഈ മഹാമായയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അതും ദേവിയുടെ ശക്തിവിശേഷം തന്നെയാണ്. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹിസ ബലാദ് ആകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി തയാ വിസൃജ്യതേ വിശ്വം മാത്ര ലോക്യം സചരാചരം. ജ്ഞാനിമാരുടെ മനസ്സിനെ പോലും ബലമായി ആകർഷിച്ച് മഹാമായ വശപ്പെടുത്തി കളയുന്നു. സ്ഥാവര ജംഗമങ്ങളോട് കൂടിയ 3 ലോകങ്ങളും ആ മായാദേവി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ദേവി മഹാത്മതി പ്രത്യേകം പറയുന്നു. മഹാമായ എന്ന അർത്ഥത്തിലാണ് പട്ടമഹർഷി എന്ന പ്രയോഗം ചെയ്തിരിക്കുന്നത്. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നീ പേരുകൾ കൊണ്ട് വേദജ്ഞരായ മഹർഷിമാരും കുറിക്കുന്നത് ദുരധിഗമ നിസ്സീമ മഹിമാവും തുരീയയുമായ മഹാമായയെ തന്നെയാണ്. ആ മഹാമായ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നു. ഭ്രമയസി എന്ന പ്രയോഗം കൊണ്ട് പ്രപഞ്ച പ്രവർത്തനം നടത്തുന്നുവെന്നും ജീവാത്മാവിനെ പ്രപഞ്ചത്തെക്കുറിച്ച് മിഥ്യാബോധം ഉണ്ടാക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു. ഭ്രമയസി എന്ന് പറഞ്ഞാൽ ത്വം ഭ്രമയസി, നിന്തിരുവടിയായിരിക്കുന്ന ദേവി നീ ഭ്രമിപ്പിക്കുന്നു എന്നർത്ഥം. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി വിദ്യാലാഭം, യൗവനം, ശരീരത്തിന് ശക്തിയും തേജസ്സും വർദ്ധിപ്പിക്കുന്നു. പ്രായം കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ യൗവനാവസ്ഥ വീണ്ടും കിട്ടണമെങ്കിൽ ഈ ശ്ലോകം നിത്യവും ഏത് സമയവും പാരായണം ചെയ്തു നോക്കുക. ജരാ നരകളെല്ലാം മാറി സ്വീറ്റ് 70 എന്ന ഭാവം മാറി സ്വീറ്റ് 17 ആയി മാറും എന്നാണ് ഫലശ്രുതി പറയുന്നത്. വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 98ാമത്തെ ശ്ലോകം ദേവിയുടെ പാദതീർത്ഥം സേവിച്ചാൽ മൂകന്മാർ പോലും വലിയ കവികളായിത്തീരും. മൂകൻ എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ, ശബ്ദശക്തി ഇല്ലാത്തവരാണ് മൂകന്മാർ എന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ്. പാദതീർത്ഥം സേവിക്കണം, അതിനുവേണ്ടി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അവൻ മൂകമായിരിക്കുന്ന, മൂകയായ അവസ്ഥയുള്ള, സംസാരിക്കാൻ പറ്റാത്ത ഒരു മൂകൻ സരസ്വതിയുടെ ഭർത്താവായിത്തീരുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. യഥാകാലേ മാത കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം പ്രകൃത്യാ മൂകാനാം അപിച കവിതാകാരണതയാ കഥാധത്തെ വാണി മുഖകമല താംബൂലരസതാം. കഥാകാലേ മാത കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം പ്രകൃത്യാ മൂകാനാം അപിച കവിതാകാരണതയാ കഥാധത്തെ വാണി മുഖകമല താംബൂലരസതാം. കഥാ കാലേ മാതഃ കഥയ കലിതാലക്തരസം കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം. ചരണനിർണേജനജലം ഒരു പദം. പ്രകൃത്യ മൂകാനാം അപി ച കവിതാകാരണതയാ കഥാ ധത്തെ വാണി മുഖകമല താംബൂലരസതാം. വാണി മുഖകമല താംബൂലരസതാം ഒരു പദം. മൂകാനാം അപി, മൂകാനാമപി. അന്വയം മാതഃ തവ കലിതാലക്തകരസം ചരണനിർണേജനജലം വിദ്യാർത്ഥി കഥാ കാലേ പിബേയം കഥയ. പ്രകൃത്യ മൂകാനാമപി ച കവിതാകാരണതയാ വാണി മുഖകമല താംബൂലരസതാം കഥാധത്തെ. മാതഃ തവ കലിതാലക്തകരസം.
മാതഃ വിസർഗം. തവ കലിതാലക്തകരസം. ചരണനിർണയജനജലം. മാതഃ തവ കലിതാലക്തകരസം ചരണനിർണയജനജലം. വിദ്യാർത്ഥി കഥാകാലേ പിബേയം. കഥാകാലേ പിബേയം. കഥയ. മാതഃ തവ കലിതാലക്തകരസം ചരണനിർണയജനജലം വിദ്യാർത്ഥി കഥാകാലേ പിബേയം. കഥയ. പുരുഷോ. പ്രകൃത്യ മൂകാനാം അപിച. പ്രകൃത്യ മൂകാനാം അപിച കവിതാ കാരണതയാ. കവിതാ കാരണതയാ വാണി മുഖകമല താംബൂലരസതാം. പ്രകൃത്യ മൂകാനാം അപിച കവിതാ കാരണതയാ വാണി മുഖകമല താംബൂലരസതാം കഥാധത്തെ. പ്രകൃത്യ മൂകാനാമപി ച കവിതാകാരണതയാ വാണീമുഖകമല താംബൂലരസതാം കഥാധത്തെ. മാതഃ അല്ലയോ അമ്മേ, തവ കലിതാലക്തകരസം നിന്തിരുവടിയുടെ കലിതാലക്തകരസം ചെമ്പഞ്ഞിച്ചാറ് കലർന്ന കോലരക്ക് കുഴമ്പ് ചെമ്പഞ്ഞിച്ചാറ് രണ്ടും പറയും. കലിതാലക്തകരസം അങ്ങനെയുള്ള ആ ദ്രവ്യം അല്ലെങ്കിൽ ആ പാനീയം ചെമ്പഞ്ഞിച്ചാറ്, അത് കാല് ചുമപ്പിക്കാൻ വേണ്ടി മൈലാഞ്ചി ഇടുന്നത് പോലെ പ്രയോഗിക്കുന്നതാണ്. ചരണനിർണയജന ജലം പാദതീർത്ഥം, പാദം കഴുകിയ ജലം. വിദ്യാർത്ഥി കഥാകാലേ പിബേയം. കഥയ. വിദ്യാലാഭത്തെ ആഗ്രഹിക്കുന്നവൻ. ഇവിടെ വിദ്യാലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക വിദ്യയിലും ഉപരിയായി ആധ്യാത്മിക വിദ്യക്കാണ് പ്രാധാന്യം. ആധ്യാത്മികമായിരിക്കുന്ന വിദ്യാർത്ഥി, ഒരു ആധ്യാത്മിക വിദ്യാർത്ഥി എപ്പോഴാണ് പാനം ചെയ്യുക? കഥയ. ദേവി തന്നെ പറയുക. ഈ ഒരു ചോദ്യം ആചാര്യസ്വാമികൾ ദേവിയോട് ചോദിക്കുകയാണ്. ഇതിന്റെ ഉത്തരം അമ്മ പറയണം. പ്രകൃത്യ മൂകാനാം അപിച. പ്രകൃത്യ ജന്മനാ തന്നെ, സ്വഭാവേന തന്നെ, മൂകാനാം അപിച മൂകന്മാർക്ക് വേണ്ടി, സംസാരിക്കാൻ പറ്റാത്തവർക്ക് പോലും, കവിതാ കാരണതയാ കവിതാരചനയ്ക്ക് കവിത കാരണമായി ഭവിക്കുന്നതിനാൽ, വാണീമുഖ കമല താംബൂലരസതാം കഥാധത്തെ. വാണീമുഖ കമലത്തിലുള്ള താംബൂലരസത്തിന്റെ ഭാവത്തെ എപ്പോൾ ധരിക്കും? എപ്പോഴാണ് സ്വീകരിക്കുന്നത്? മൂകന്മാർക്ക് പോലും പ്രകൃത്യാ മൂകാനാം, ജന്മനാ തന്നെ, ജന്മനാ അന്ധൻ, ജന്മനാ മൂകൻ എന്ന് പറയാറുണ്ട്. ആ ജനിക്കുന്ന സമയത്ത് തന്നെ മൂകനായിരിക്കുന്ന ഒരു ഭക്തന് കവിതാ കാരണതയ, കവിത കാരണമായി ഭവിക്കുന്നതിനാൽ, വാണീമുഖ കമലത്തിലുള്ള താംബൂലരസത്തിന്റെ ഭാവത്തെ, വാണീമുഖ കമലത്തിലെ താംബൂലരസം, വാണി സരസ്വതി ദേവിയുടെ മുഖകമലത്തിലുള്ള ആ വെറ്റില മുറുക്കിന്റെ കൂട്ട്, അത് എപ്പോഴാണ് ധരിക്കുക? അല്ലയോ അമ്മേ, അമ്മയുടെ ആ ചെമ്പഞ്ഞിച്ചാറണിഞ്ഞ വിദ്യാർത്ഥിയായ ഞാൻ ചെമ്പഞ്ഞിച്ചാറ് കലർന്ന അമ്മയുടെ പാദതീർത്ഥം ഏത് കാലത്ത് പാനം ചെയ്യും? ദേവിയുടെ കാലില് മൈലാഞ്ചി കൊണ്ട് വരയ്ക്കുന്നത് പോലെ വരച്ചിരിക്കുന്നു. അപ്പൊ പാദം ജലം കാലിൽ ഒഴിക്കുന്ന സമയത്ത് ആ ജലത്തിൽ അതിൻ്റെ ഒരു അംശം കലരുന്നു. ചെമ്പഞ്ഞിച്ചാറ് കലർന്ന നിൻ തിരുവടിയുടെ പാദതീർത്ഥം ഏത് കാലത്താണ് പാനം ചെയ്യുക? അരുളി ചെയ്താൽ ഇത് ദേവി തന്നെ എന്ന് പറഞ്ഞു തരുന്നാലും, എന്ന് പറഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇനി എത്ര നാൾ വേണം? എത്ര നാൾ ഞാൻ ഈ സ്വന്തം ലഹരി ഇങ്ങനെ പാരായണം ചെയ്യണം? ഇതൊന്ന്
സ്വപ്നത്തിൽ കൂടിയെങ്കിലും ഒന്ന് പറഞ്ഞു തന്നൂടെ അമ്മേ? വളരെ ദീർഘകാലമാണ് ആവശ്യമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനത് കൂടുതൽ ചെയ്തു കൊള്ളാം. ഇതിൻ്റെ ഒരു അനുഭവം ഭക്തനായ എനിക്ക് ഉണ്ടാക്കി തരണേ അല്ലയോ അമ്മേ. ജന്മനാ മൂകരായവർക്ക് പോലും കവിതയ്ക്ക് കാരണമായി ഭവിക്കുന്നതിനാൽ സരസ്വതീ ദേവിയുടെ മുഖകമലത്തിലുള്ള താംബൂലരസഭാവത്തെ ആ പാദതീർത്ഥം എപ്പോൾ ധരിക്കും? അനേകം ശ്ലോകങ്ങളിലൂടെ ദേവി പാദങ്ങളുടെ മഹാത്മ്യം പലതരത്തിൽ വർണ്ണിച്ച കവിയായ ശങ്കരാചാര്യര് ദേവി പാദതീർത്ഥത്തിനായി പ്രാർത്ഥിക്കുന്നു. അല്ലയോ അമ്മേ, വിദ്യാർത്ഥിയായ ഞാൻ അറിവ് കൂടി വന്ന സമയത്ത് ആചാര്യസ്വാമികൾക്ക് ഇപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന ഭാവമുണ്ടായിരിക്കുന്നു. ഒരു അഹങ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം ശമിച്ച് യഥാർത്ഥ ഭക്തനായി മാറുന്നു. അവസാനത്തെ ശ്ലോകത്തോടുകൂടി ഇത് നമ്മൾക്കും സംഭവിക്കണം. ഇതാണ് ആ ആചാര്യസ്വാമികൾ തരുന്ന സന്ദേശം. അനേകം ശ്ലോകങ്ങളിൽ, ഏകദേശം 10ഓളം ശ്ലോകങ്ങളിലാണ് ഈ പാദവർണ്ണന. അത്രയും പ്രാധാന്യം പാദങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. പലതരത്തിൽ വർണ്ണിച്ചു. ഇനി എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നറിയാൻ പാടില്ല. ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ശങ്കരാചാര്യർ പെട്ടെന്ന് വിദ്യാർത്ഥിയായി മാറി താഴേക്ക് വന്നിരിക്കുന്നു. അല്ലയോ അമ്മേ, വിദ്യാർത്ഥിയായ ഞാൻ എപ്പോഴാണ് ചെമ്പഞ്ഞിച്ചാറ് കലർന്ന നിന്തിരുവടിയുടെ പദതീർത്ഥം പാനം ചെയ്യുന്നത്? ഇതിന് തൊട്ട് മുമ്പിലുള്ള ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് പ്രായം കുറഞ്ഞു വരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ ശ്ലോകം. ആ ശ്ലോകം കഴിഞ്ഞപ്പോഴേക്കും ശങ്കരാചാര്യര് ചെറിയ കുട്ടിയായി മാറി. ഇതുപോലെ നമ്മൾക്കും പറ്റും. അങ്ങനെ നമ്മളുടെയും ആ അഹങ്കാരം, വിദ്യാർത്ഥി ആവുന്ന സമയത്ത് അഹങ്കാരം കുറവായിരിക്കും. അങ്ങനെ അഹങ്കാരമെല്ലാം മാറിക്കൊണ്ടിരിക്കാൻ ഈ ശ്ലോകം നിത്യവും പാരായണം ചെയ്യുക. അല്ലയോ അമ്മേ, വിദ്യാർത്ഥിയായ ഞാൻ എപ്പോഴാണ് ചെമ്പഞ്ഞിച്ചാറ് കലർന്ന അമ്മയുടെ പാദതീർത്ഥം പാനം ചെയ്യുന്നത്? സർവജ്ഞനായ ആചാര്യപാദരാണ്. സർവജ്ഞ പീഠം കയറിയ ആചാര്യസ്വാമിയാണെന്ന് ഓർമ്മ വേണം. ഇതിലും വലിയൊരു പീഠം ഇനി അറിവിന്റെ പീഠമായിട്ടില്ല. അതുവരെ കയറി വന്ന ശങ്കരാചാര്യര് ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുക. വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. വിനയാന്യുതനായി സ്വയം വിദ്യാർത്ഥിയായി അദ്ദേഹം അർത്ഥിക്കുന്ന വിദ്യ ദേവിയുടെ പാദതീർത്ഥമാണ്. വിദ്യ എന്താണ്? പാദതീർത്ഥമാണ്. ആ പാദതീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ സർവജ്ഞനായി മാറും. അത് ഏതൊരു ഭക്തനും അങ്ങനെ ആയിത്തീരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആ പാദതീർത്ഥം ദേവിയുടെ തൃപ്പാദങ്ങളിൽ അണിഞ്ഞിട്ടുള്ള ആലക്തകരസം ചേർന്ന് ചുവപ്പ് നിറം കലർന്നതാണ്. ആ പാദതീർത്ഥം എപ്പോഴാണ് തനിക്ക് ലഭിക്കുക എന്ന് ജഗത് മാതാവിനോട് ആചാര്യസ്വാമികളാകുന്ന കവി ചോദിക്കണ ചോദ്യമാണ്. ദേവിയുടെ പാദതീർത്ഥത്തിന്റെ മഹാത്മ്യം ഉത്തരപാദത്തിൽ സൂചിപ്പിക്കുന്നു. ജന്മനാ മോഹനായവന് പോലും സരസ്വതീ ദേവിയുടെ മുഖകമല താമ്പൂലം കവിത്വശക്തി നൽകും. മൂകകവി കാളിദാസൻ തുടങ്ങിയ പലരെ കുറിച്ചും ഇത്തരം കഥകൾ പ്രചാരത്തിലുണ്ട്. ആചാര്യപാദർ തന്നെ ശിരസ്പർശം കൊണ്ട് മൂകനെ കവിയാക്കിയതായും കഥയിൽ പറയുന്നുണ്ട്. ഐതിഹ്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ദേവി പാദതീർത്ഥം സരസ്വതീ ദേവിയുടെ മുഖകമലത്തിൽ നിന്ന് ലഭിക്കുന്ന താമ്പൂലരസതയെ എപ്പോൾ പ്രാപിക്കുമെന്നാണ് ചോദ്യം. ദേവിയുടെ മുഖകമലത്തിലുള്ള താമ്പൂലം, വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക, പുകല ഇതെല്ലാം ചുരുട്ടി സാധാരണ ജനങ്ങൾ വെറ്റില മുറുക്ക് നടത്തുന്നു. ദേവിയുടെ മുറുക്ക് കർപ്പൂര പീഠികയാണ്. 10-12ഓളം സാധനങ്ങൾ കൂട്ടിയ വളരെ രൂക്ഷമായിരിക്കുന്ന ശക്തിയുള്ള താമ്പൂലമാണ് ദേവിയുടെ ആ ചർവണത്തിന് വേണ്ടി ദേവി ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നത്? ഇത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ പ്രണയത്തിന്റെ ആ സാഫല്യത്തില്, അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് വരുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ താമ്പൂല ചർവണം മാറി മാറി ആസ്വദിക്കുന്നു. ചില തമിഴ് സിനിമകളിൽ നമുക്ക് ചില പാട്ടുകളിലും ഇത് കാണിച്ചിട്ടുണ്ട്. അത് ഭാര്യയും ഭർത്താവും മാത്രം അവർ കുടിച്ചിരുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ക്രിയയാണ്. ഇത് കാമശാസ്ത്ര പ്രകാരം വിധിച്ചിട്ടുള്ളത്. ഇതൊരു തെറ്റല്ല. അങ്ങനെ സരസ്വതി ദേവിയുടെ താമ്പൂലം മൂകനായിരിക്കുന്ന ആ ഭക്തനെ, ആ ഭക്തന്റെ വായിലേക്ക് സരസ്വതി ദേവി കൊടുക്കണമെങ്കിൽ ആ മൂകനെ ഭർത്താവായി സ്വീകരിക്കണം.
അങ്ങനെ എന്നാണ് എന്നെ ഒരു ഭർത്താവായി സ്വീകരിക്കുന്നത്, ഞാനൊരു കവിയായി മാറുന്നത്, എനിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് എന്നാണ് കവി സങ്കല്പം. സൗന്ദര്യലഹരിയുടെ 98-ാമത്തെ ശ്ലോകം. വാണി മുഖകമല താമ്പൂല രസത. ആചാര്യസ്വാമികൾക്ക് ദേവീപാദ തീർത്ഥമാകുന്ന പ്രസാദത്തിലൂടെ വളരെ നേരത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാച്യാർത്ഥത്തിന് ഉപരി ആചാര്യപാദര് എന്തോ സൂചിപ്പിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുക. 10-ാമത്തെ ശ്ലോകത്തിൽ സഹസ്രാര കമലമധ്യത്തിലുള്ള ശ്രീചക്രരൂപമായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നതായും ദേവിയുടെ ചരണമധ്യത്തിൽ നിന്ന് പെരുകി ഒഴുകുന്ന അമൃതധാരാപ്രവാഹം സാധകന്റെ നാഡികളെയെല്ലാം അമൃതപ്രവാഹത്തിൽ മുക്കുന്നതായും ആ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ ശ്ലോകവും കൂടി ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിന്റെ ശ്ലോകം ഈ അർത്ഥം മുഴുവൻ മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ പാദതീർത്ഥത്തിന് വേണ്ടിയാണ് അഭ്യർത്ഥന. ഇവിടെ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ഒരു രഹസ്യാർത്ഥം ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. സാമാന്യമായിട്ടാണ് കവി പറഞ്ഞതെങ്കിലും ആന്തരികമായിട്ട് ഇതിന്റെ ഒരു രഹസ്യാർത്ഥം വേറെ കിടക്കുന്നുണ്ട്. അപ്രകാരം ദേവിയെ ആരാധിക്കുന്ന ഉപാസകൻ, ഇവിടെ ആചാര്യസ്വാമികളും നമ്മളും ഒന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ. അങ്ങനെയുള്ള ഒരു ഉപാസകൻ സരസ്വതീ ദേവി തന്നെയായി തീരുന്നു. അവന്റെ വാക്കുകൾ, കവിതകളും പ്രവർത്തനങ്ങൾ കലകളുമായി തീരുന്നു എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. ഫലശ്രുതി പറയുന്നത് വന്ധ്യയ്ക്ക് സന്താന ലാഭമുണ്ടാകുന്നു, പുരുഷന്മാർക്ക് ധാതുപുഷ്ടി ബീജബലം ഉണ്ടാകുന്നു, സന്താനങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക്, ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ ശ്ലോകം വളരെ പ്രയോജനപ്രദമാണ്. ഇത് ജ്യോതിശാസ്ത്രപ്രകാരം പരിഹാരമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം വളരെ അനുഭവമുള്ള ഒരു ശ്ലോകമാണ്. ഇത് എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു. ഭാര്യയ്ക്കും ഭർത്താവിനും ആർക്കെങ്കിലും ഒരാൾക്ക് 2 പേർക്കുമോ അവരുടെ ബീജബലം, അണ്ടബലം ഏതെങ്കിലും തരത്തിൽ മോട്ടിലിറ്റി, കൗണ്ട് എന്നിവ കുറവാണെങ്കിൽ നിത്യവും ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അനുഭവം. 99-ാമത്തെ ശ്ലോകം ദേവീപാദ മാഹാത്മ്യം തന്നെ വീണ്ടും വർണ്ണിക്കുകയാണ്. ഇതിൽ സരസ്വതിയുടെയും മഹാലക്ഷ്മിയുടെയും രതീദേവിയുടെയും ഭർത്തൃസ്ഥാനം വന്നു ചേരുന്നു. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു ഒരു ഉപാസകൻ. അവൻ സംസാരബന്ധത്തിൽ നിന്നും മുക്തനായി പരമാനന്ദം അനുഭവിക്കുന്ന മോക്ഷസുഖത്തോടുകൂടി ചിരഞ്ജീവിയായി തീരുന്നു. ദേവീഭക്തന് ഇതെല്ലാം വന്നു ചേരും എന്നാണ് ഇതിന്റെ ഫലശ്രുതിയായിട്ട് ഈ 99-ാമത്തെ ശ്ലോകത്തിൽ ആ 1 മുതൽ 99 ശ്ലോകം വരെ വായിക്കുന്ന സമയത്തുള്ള ഒരു ഫലശ്രുതി പറയുകയാണ് ആചാര്യസ്വാമി. സരസ്വത്യാലക്ഷ്മ്യ വിധിഹരി സപത്നോ വിഹരതേ രതേഹെ പാതിവൃത്യം ശിഥിലൈതി രമ്യേണ വപുഷാ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികരഃ പരാനന്ദാഭിക്യം രസയതി രസം ത്വത് ഭജനവാൻ. സരസ്വത്യാലക്ഷ്മ്യ വിധിഹരി സപത്നോ വിഹരതേ രതേഹെ പാതിവൃത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികരഃ പരാനന്ദാഭിക്യം രസയതി രസം ത്വത് ഭജനവാൻ. സരസ്വത്യാ ലക്ഷ്മ്യ വിധിഹരി സപത്നോ വിഹരതേ രതേഹെ വിധിഹരി സപത്നഃ വിഹരതേ രതേഹെ പാതിവൃത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവൻ ഏവ ക്ഷപിത പശുപാശവ്യതികരഃ. ഒറ്റപദം. പരാനന്ദാഭിക്യം രസയതി രസം ത്വത് ഭജനവാൻ. ജീവൻ ഏവ ജീവന്നേവ. അന്വയം. ത്വത് ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നഃ വിഹരതേ രതേഹേ പാതിവൃത്യം രമ്യേണ വപുഷാ ശിഥിലയതി ക്ഷപിത പശുപാശവ്യതികരഃ ചിരം ജീവൻ ഏവ പരാനന്ദാഭിക്യം രസം രസയതി. ത്വത് ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ. ത്വത് ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നഃ വിഹരതേ. ത്വത് ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നഃ വിഹരതേ. രതേഹേ പാതിവൃത്യം രമ്യേണ വപുഷാ ശിഥിലയതി. രതേഹേ പാതിവൃത്യം
രമ്യേണ വപുഷാ ശിഥിലയതി ക്ഷപിത പശുപാശം വ്യതികരഃ ക്ഷപിത പശുപാശം വ്യതികരഃ ചിരം ജീവൻ ഏവ ചിരം ജീവൻ ഏവ ക്ഷപിത പശുപാശം വ്യതികരഃ ചിരം ജീവൻ ഏവ പരാനന്ദാഭിക്യം രസം രസയതി പരാനന്ദാഭിക്യം രസം രസയതി പരാനന്ദാഭിക്യം രസം രസയതി ത്വദ് ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നഃ വിഹരതേ രതേഹ പാതിവ്രത്യം രമ്യേണ വപുഷാ ശിഥിലയതി ക്ഷപിത പശുപാശം വ്യതികരഃ ചിരം ജീവന്നേവ പരാനന്ദാഭിക്യം രസം രസയതി. അല്ലയോ അമ്മേ, ത്വദ് ഭജനവാൻ നിന്തിരുവടിയെ ഭജിക്കുന്നവനായ സാധകൻ, ആ ദേവിയുടെ ഉപാസകൻ, സരസ്വത്യ ലക്ഷ്മിയ സരസ്വതിയോടും ലക്ഷ്മിയോടും വിധിഹരി സപത്നഃ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും വിഹരതേ വിധിഹരി സപത്നഃ വിഹരതേ സരസ്വത്യ ലക്ഷ്മിയ ദേവിയുടെ ഉപാസകൻ സരസ്വതിയോടും ലക്ഷ്മിയോടും വിധിഹരി സപത്നഃ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സപത്നഭാവത്തിൽ അവർക്ക് ഈർഷ്യ ഉണ്ടാക്കുന്ന രൂപത്തിൽ, ശത്രുത ഉണ്ടാകുന്ന രൂപത്തിൽ അവരോട് മത്സരിക്കുവാനായിട്ട് എന്നർത്ഥം വിഹരിക്കുന്നു, ക്രീഡിക്കുന്നു. രതേഹേ പാതിവൃത്യം രമ്യേണ വപുഷാ ശിഥിലയതി സുന്ദരനായിരിക്കുന്ന കാമദേവനേക്കാൾ സുന്ദരൻ ദേവീഭക്തനായിട്ട് മാറുന്നു. എങ്ങനെ? രതീദേവിയുടെ പാതിവൃത്യനിഷ്ഠയെ രമ്യമായ മനോഹരമായ ശരീരം കൊണ്ട് രമ്യേണ വപുഷ ശിഥിലയതി ദുർബലമാക്കി തീരുന്നു. ഇവിടെ 3 ദേവതമാരും ദേവീഭക്തനെ ഭർത്താവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കവി സങ്കല്പിക്കുന്നു. കാമദേവന്റെ ഭാര്യയായിരിക്കുന്ന രതീദേവിയുടെ പാതിവൃത്യ നിഷ്ഠയെ രമ്യമായിരിക്കുന്ന ദേവീഭാസകന്റെ ശരീരം കൊണ്ട് ശിഥിലമാക്കുന്നു, ദുർബലമാക്കുന്നു. ക്ഷപിത പശുപാശം വ്യതികരഃ പശുപാശ വ്യതികരത്തെ നശിപ്പിച്ചിട്ട്, ക്ഷപിത പശുപാശം അനാദിയായിരിക്കുന്ന അവിദ്യാബന്ധത്തെ നശിപ്പിച്ചവനായിട്ട് ദേവീഭാസകൻ ചിരഞ്ജീവൻ ഏവ വളരെ കാലം ജീവിച്ചിരിക്കുന്നവനായിട്ട് പരാനന്ദാഭിക്യം രസയതി പരാനന്ദം എന്ന് പേര് പറയപ്പെടുന്ന ആ രസത്തെ, സുഖത്തെ അനുഭവിക്കുന്നു. ഇത് ദേവിയുടെ ആ സൗന്ദര്യലഹരി സ്തോത്രത്തിന്റെ ഫലശ്രുതി ആയിട്ട് പറയുന്ന ശ്ലോകമാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സപത്നഭാവത്തിൽ അവരോട് മത്സരിക്കുന്നവരായിട്ട് ഒരു ദേവീഭക്തനെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വന്തം ഭർത്താക്കന്മാർക്ക് ശത്രുത ഉണ്ടാകും. അതുപോലെ സ്വന്തം ഒരു ഭർത്താവിന് 2 ഭാര്യയുണ്ടെങ്കിൽ അവർ തമ്മിൽ ശത്രുത ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇവിടെ കവി സങ്കല്പിക്കുന്നത്. സർവാഭീഷ്ടദായിനിയായിരിക്കുന്ന അല്ലയോ അമ്മേ, നിന്തിരുവടിയെ ഭജിക്കുന്നവൻ സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് വിധിയോടും ഹരിയോടും ചേർന്ന് മത്സരിക്കുന്നവനായി വിഹരിക്കും, ക്രീഡിക്കും. മനോഹരമായ ശരീരം കൊണ്ട് രതീദേവിയുടെ പാതിവൃത്യത്തെ ശിഥിലീകരിക്കും. പശുപാശ ബന്ധങ്ങളെ നശിപ്പിച്ചിട്ട് ചിരം ജീവിയായി വളരെ വർഷക്കാലം ജീവിതത്തോടുകൂടി പരാനന്ദം എന്നു പേരായ രസത്തെ ആസ്വദിച്ച് അനുഭവിക്കുന്നു. ഈ മഹാസ്തോത്രത്തിന്റെ ഫലശ്രുതിയാണ് 100 ശ്ലോകങ്ങൾ രചിച്ച ശ്ലോകങ്ങളുടെ ഫലശ്രുതി. ഓരോ ശ്ലോകത്തിനും ഓരോ ഫലശ്രുതി പറയുന്നുണ്ട്. ഈ ഫലശ്രുതികൾ ഒന്നും തന്നെ പ്രാധാന്യം കൽപ്പിക്കാൻ പാടില്ല. ഇത് സംസ്കൃത വ്യാഖ്യാനങ്ങളിൽ ഒന്നും തന്നെ ഫലശ്രുതി എഴുതി വെച്ചിട്ടില്ല. ഈ ഫലശ്രുതികൾ മുഴുവനും കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വ്യാഖ്യാതാക്കളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ഒറിജിനൽ ടെക്സ്റ്റുകളിലൊന്നും ഇത് പറയുന്നില്ല. എന്നാൽ 100 ശ്ലോകങ്ങളെ എടുക്കുമ്പോൾ 99ാമത്തെ ശ്ലോകം 100 ശ്ലോകങ്ങളുടെ ഫലശ്രുതിയായിട്ട് പറയുന്നു. ദേവിയുടെ അനിർവചനീയങ്ങളായ വിഭൂതികൾ, കാരുണ്യം, മാതൃഭാവം, ഇത് രണ്ടും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ചു ദേവിയെ ആരാധിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു.
ദേവീഭക്തൻ സരസ്വതിയോടും ലക്ഷ്മിയോടും ഭർതൃഭാവേന ചേർന്ന് ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും മത്സരിക്കുന്നു. സരസ്വതി പതിയാണ് ബ്രഹ്മാവ്. ദേവീഭക്തൻ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും പതിയായിത്തീരുന്നു, ഭർത്താവായിത്തീരുന്നു. സരസ്വതി ദേവി കലാരൂപിണിയാണ്, വാഗ്ദേവതയുമാണ്. സാഹിത്യം ഉൾപ്പെടെയുള്ള എല്ലാ കലകളിലും അതിസാമർഥ്യം ദേവി ഉപാസകന് ഉണ്ടാക്കി കൊടുക്കുന്നു. സംഗീതമപി സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം. രണ്ട് മാറിടങ്ങളും ഒന്ന് സാഹിത്യവും ഒന്ന് സംഗീതമാകുന്നു. ഏകം ആപാതമധുരം, ഒന്ന് പതിക്കുന്ന സമയത്ത് തന്നെ സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്, മധുരത്തെ ഉണ്ടാക്കുന്നതാണ്. പഞ്ചസാര വായിലിട്ട് കഴിഞ്ഞാലുള്ള മധുരം എങ്ങനെയാണോ അതുപോലെ ആപാതമധുരം. ആപാതമധുരമല്ല, പതിക്കുന്ന സമയത്ത്, അവിടെ തകാരമാണ്, ദകാരമല്ല, കൃത്യം ശ്രദ്ധിക്കണം. ആപാതമധുരം. അന്യത് ആലോചനാമൃതം. സംഗീതമാകട്ടെ അതിങ്ങനെ ആലോചിക്കും തോറും നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. സരസ്വതീപതിയും ലക്ഷ്മീപതിയുമായി തീരുന്ന ദേവീഭക്തനോട് ബ്രഹ്മാവിനും വിഷ്ണുവിനും അസൂയ തോന്നുമെന്ന് ആലങ്കാരികമായിട്ട് കവി പ്രയോഗിച്ചിരിക്കുന്നു. ദേവീഭക്തൻ സകല കലാവല്ലഭനും സർവ ഐശ്വര്യ സമ്പന്നനുമായി തീരുന്ന അർത്ഥം കൽപ്പിക്കുന്നു. രതീദേവിയുടെ പാദവൃത്യം അതിരമണീയമായ വപസ്സുകൊണ്ട് ശിഥിലീകരിച്ചു കളയുന്നു. ശരീര സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് കാമദേവൻ. കാമദേവനേക്കാൾ സുന്ദരമായ ശരീരം മറ്റാർക്കും തന്നെയില്ല. രമ്യമായ വപസ്സു കൊണ്ട്, ശരീരം കൊണ്ട് രതീദേവിയുടെ പാതിവൃത്യം ശിഥിലമാക്കുമെന്ന് പറയുമ്പോൾ കാമദേവനേക്കാൾ സുന്ദരമായ ശരീര സൗന്ദര്യം ദേവീഭക്തന് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ദേവീഭക്തൻ ദീർഘായുസ്സായി തീരുമെന്ന് ചിരഞ്ജീവൻ എന്ന പ്രയോഗം കൊണ്ട് സ്ഥാപിക്കുന്നു. ചിരഞ്ജീവിത്വം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമാണ്. കൂടുതൽ നാൾ ജീവിച്ചിരിക്കാതിരിക്കുകയാണ് നല്ലത്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യാദികളായിരിക്കുന്ന ലൗകിക ബന്ധങ്ങളെ കുറിക്കുവാനാണ് പശുപാശം എന്ന പ്രയോഗം. ഈ ബന്ധങ്ങളാണ് നമ്മളെ ദുഃഖത്തിന് കാരണമാക്കി തീർക്കുന്നത്. പശു എന്നാൽ നമ്മൾ പാല് തരുന്ന പശു എന്നല്ല അർത്ഥം. പശുപാശം എന്ന് പറയുന്നത് ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ ദർശിക്കുന്ന ജീവനെയാണ് പശു എന്ന് പറയുന്നത്. ബ്രഹ്മാദി പിപീലികാന്തം പശു, അത് വേറൊരർത്ഥമാണ്. പശുപതി, പരമശിവന് പശുപതി എന്ന ആ പദം, ആ നാമം വന്നിരിക്കുന്നത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ പശുക്കളുടെയും എല്ലാ ജീവികളുടെയും പശു, അവിടെ ജീവി എന്നർത്ഥം. ഇവിടെ പശുപാശം എന്ന് പറയുന്നത് ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിന്റെ സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത, ആ പ്രപഞ്ചത്തെ ദർശിക്കുന്ന, സത്യം ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവനാണ് ഈ പശു എന്ന് പറയുന്നത്. അവിദ്യാബന്ധനായ ജീവാത്മാവ് എന്നർത്ഥം. ആ ജീവന്റെ പാശമാണ് അവിദ്യ. പാശം എന്ന് ഉദ്ദേശിക്കുന്നത് അവിദ്യ. എല്ലാ ദുഃഖത്തിനും കാരണം ഈ അവിദ്യയാണ്. ദേവീഭക്തൻ സരസ്വതീപതിയും ലക്ഷ്മീപതിയുമായി ജീവിക്കുമെങ്കിലും ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തനായിത്തീരും. അതുകൊണ്ട് ദുഃഖസ്പർശമില്ലാത്ത പരാനന്ദം എന്നു പേരായ രസം നിരന്തരമായി ആസ്വദിച്ചുകൊണ്ടായിരിക്കും ദേവീഭക്തൻ ചിരഞ്ജീവിയായി കഴിയുന്നത്. ആദ്യത്തെ രണ്ട് വരിയിൽ ഇഹലോകത്തിലുള്ള സുഖങ്ങളെ മുഴുവനും, സമ്പത്ത്, ഐശ്വര്യം, ഭംഗി, ഇത് മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഭക്തന്. ഇത് മൂന്നും ദേവി തരുന്നു. രണ്ടാമത്തെ ഉത്തരവാദത്തില് മോക്ഷം തരുന്നു. ഇഹലോകവാസവും പരലോകവാസവും സുഖകരമാകണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും ദേവീഭക്തന് അനായാസമായി കിട്ടുന്നു. ഇതിൽ സംശയം വേണ്ട. വളരെ കാലം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ വളരെ കാലം ബുദ്ധിമുട്ട് ഇല്ലാതെ സുഖവും സൗന്ദര്യവും ധനധാന്യ അഭിവൃദ്ധികളോടും കൂടി ഒരു ദേവീഭക്തൻ ജീവിക്കും എന്ന് അടിവരയിട്ട് കവിയാകുന്ന ആചാര്യപാദര് പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കുകയാണ്. ഈ ഫലശ്രുതി പറയേണ്ട കാര്യമില്ല സ്വാമിക്ക്. അപ്പൊ ഇത് 98 ശ്ലോകവും വായിച്ചതിന് ശേഷം നമുക്കൊരു സംശയം ഉണ്ടാകും. ഇതിപ്പോ ഈ ശ്ലോകമെല്ലാം തീരാൻ പോവുകയാണല്ലോ. ഇങ്ങനെ ഒരു സംശയത്തിന് ഇടവരാൻ പാടില്ല. അത് ഉറപ്പിച്ച് പറയുന്നതാണ് ഈ ഫലശ്രുതി രൂപത്തിലുള്ള ഈ ശ്ലോകം. 100ാമത്തെ ശ്ലോകമാണ്. മാഹാത്മ്യം സൗന്ദര്യ പ്രവാഹമായി വർണ്ണിച്ചിട്ട് തൃപ്തിയായിട്ടില്ല. ഇനിയും കുറെ വർണ്ണിക്കാനുണ്ട് എന്നൊരു തോന്നല് കവിക്കുണ്ട്. ഇത് വായിക്കുന്ന ഭക്തന്മാർക്കുമുണ്ട്. എങ്കിലും അവസാനിപ്പിക്കാതെ പറ്റില്ലല്ലോ.
കാവ്യം ജനിച്ചു കഴിഞ്ഞു, കാവ്യത്തിനൊരു മരണം ഉണ്ടായിരിക്കും. ഒരു സ്തോത്രം ജനിച്ചത് ശിവശക്തിയായുക്ത, അവിടെ ജന്മം ഉണ്ടായി. സൗന്ദര്യലഹരി എന്ന സ്തോത്രത്തിന് ജന്മം കൊടുത്തിരിക്കുകയാണ്. ആ ജന്മം എന്ന പദത്തില് ജകാരം ജന്മമാണ്, മകാരം മരണമാണ്. അപ്പൊ കാവ്യം തീർക്കുന്ന ഒരു മരണാവസ്ഥ വേണ്ടേ? ആ മരണാവസ്ഥയാണ് 100ാമത്തെ ശ്ലോകം. ഇത് അവസാനിപ്പിക്കാതെ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇനിയും ദേവിയെ വർണ്ണിച്ച് കേട്ടുകൊണ്ടേയിരിക്കണം എന്ന ആഗ്രഹം ദേവി ഭക്തന്മാർക്കും ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദേവി ഭക്തന്മാർക്കും ഇനിയും കൂടുതൽ ഞങ്ങൾക്ക് കേൾക്കണം എന്നൊരു ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ട്. വ്യാഖ്യാനം ചുരുക്കിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ശരിക്കും ഒരു ശ്ലോകം ഒരു ദിവസം വർണ്ണിക്കണം. എത്ര കേട്ടാലും മതി വരാത്ത അവസ്ഥ ഭക്തൻ ഉണ്ടാകണം. മതിയായി എന്ന് തോന്നാത്ത ഒരു അവസ്ഥയാണ് ഈ ഭഗവത് കഥകൾ കേൾക്കുക. ഗുരുവായൂർ ദർശനം ചെയ്യണം. ഇന്നലെ നമ്മൾ പോയി വന്നു. അപ്പോൾ തൊട്ടടുത്ത അയൽവക്കക്കാരൻ പറയുകയാണ്, നാളെ ഞങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുവോ? അപ്പോൾ നമ്മൾക്ക് വീണ്ടും പോകാം. അങ്ങനെ നാളെ പോയി വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് വേറൊരു അയൽവക്കക്കാരൻ വിളിക്കുകയാണ്, നാളെ ഞങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നു. ഞങ്ങളും വരുന്നു. ഇങ്ങനെ എത്ര പ്രാവശ്യം ഗുരുവായൂർ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോയാലോ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയാലോ, വൈക്കത്തപ്പനെ കണ്ടാലോ, എത്ര ദിവസം കാണുമ്പോഴും ഒരു ബോറടി വരുന്നില്ല. നേരെ മറിച്ച് ഒരു സിനിമയാണെങ്കിൽ, എത്ര നല്ല സിനിമയാണെങ്കിൽ വീണ്ടും കാണാം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു അരോചാവസ്ഥ. ഞങ്ങൾ ഇന്നലെ കണ്ടതാണ്, ഞങ്ങൾ വരുന്നില്ല. നേരെ മറിച്ച് ക്ഷേത്രത്തിലോ ഭഗവാന്റെ കഥകളോ കേൾക്കണമെങ്കിൽ അത് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. മഹാത്മ്യം സ്വയം മനസ്സിലാക്കണമെങ്കിൽ ഇത് നിത്യവും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ 5 മുഖമുള്ള പരമശിവനും 1000 തലയുള്ള അനന്തനും ദേവിയുടെ മഹാത്മ്യം വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ആ ഗുരു ജഗദ്ഗുരുവിന് പറ്റിയതുപോലെ വർണ്ണിച്ചു തീർക്കാൻ പറ്റുന്നില്ല. ജഗദ്ഗുരുവിന് ഇത് പറ്റിയിട്ടില്ല. ശങ്കരാചാര്യരുടെ ഉള്ളിലും എന്തോ കുറച്ച് ബാക്കി കിടക്കുന്നുണ്ടെന്നൊരു സംശയം നമുക്കുണ്ടാകും. ഇത്രയും വർണ്ണിച്ചിട്ടും അവസാനത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധി സുധാസൂതേ ചന്ദ്രോപല ജലലവൈരഭ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി തവ ജനനി വാചാം സ്തുതിരിയം. പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധി സുധാസൂതേ ചന്ദ്രോപല ജലലവൈരർഘ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി തവ ജനനി വാചാം സ്തുതിരിയം. പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധി, അതൊരു പദം. സുധാസൂതേഹി ചന്ദ്രോപല ജലലവൈഹി, ഒരു പദം. അർഘ്യരചന സ്വകീയൈഹി അംഭോഭിഹി സലിലനിധി സൗഹിത്യകരണം, ഒരു പദം. ത്വദീയാഭിഹി വാഗ്ഭിഹി തവ ജനനി വാചാം സ്തുതിഹി ഇയം. സുധാസൂതേഹേ ചന്ദ്രോപല, സുധാസൂതേശ്ചന്ദ്രോപല ജലലവൈഹി അർഘ്യരചന, ജലലവൈരർഘ്യരചന ത്വദീയാഭിഹി വാഗ്ഭിഹി, ത്വദീയാഭിർവാഗ്ഭിഹി സ്തുതിഹി ഇയം സ്തുതിരിയം. അന്വയം: ഹേ വാചാം ജനനി സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധിഹി സ്വകീയൈഹി ചന്ദ്രോപല ജലലവൈഹി സുധാസൂതേ അർഘ്യരചന സ്വകീയൈഹി അംഭോഭിഹി സലില നിധി സൗഹിത്യകരണം ത്വദീയാഭിഹി വാഗ്ഭിഹി തവ ഇയം സ്തുതിഹി. അന്വയം: ഹേ വാചാം ജനനി, ഹേ വാചാം ജനനി സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി, സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി. ഹേ വാചാം ജനനി സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി
ദിവസകര നീരാജന വിധി. ദിവസകര നീരാജന വിധി. സ്വകീയൈഹി ചന്ദ്രോപല ജലലവൈഹി. സ്വകീയൈഹി ചന്ദ്രോപല ജലലവൈഹി സുധാസൂതേ. സ്വകീയൈഹി ചന്ദ്രോപല ജലലവൈഹി സുധാസൂതേ അർഘ്യരചന. അർഘ്യരചന സ്വകീയൈഹി അംഭോഭിഹി. സ്വകീയൈഹി അംഭോഭിഹി സലില നിധി സൗഹിത്യകരണം. സലില നിധി സൗഹിത്യകരണം തുദീയാഭിഹി വാക്ഭിഹി. സലിലനിധി സൗഹിത്യകരണം തുദീയാഭിഹി വാക്ഭിഹി തവ ഇയം സ്തുതിഃ. തവ ഇയം സ്തുതി. ഹേ വാചാം ജനനി, ആശ്ചര്യച്ചിടുക. സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി ദിവസകരനീരാജനവിധിഃ സ്വകീയൈഹി ചന്ദ്രോപലജലലവൈഹി സുധാസൂതേ അർഘ്യരചന സ്വകീയൈഹി അംഭോഭിഹി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിഹി വാക്ഭിഹി തവ ഇയം സ്തുതിഃ. ഹേ വാചാം ജനനി, അല്ലയോ വാക്കുകളുടെ അമ്മേ. വശന്യാദി വാഗ്ദേവതകളെ കൊണ്ട് ദേവി പറയിപ്പിച്ചതാണ് ലളിതാ സഹസ്രനാമം. ദേവി തന്നെ വാഗ്ദേവതകളോട് പറയുകയാണ്, ലോക നന്മയ്ക്ക് വേണ്ടി കുറെ ദേവി ഭക്തന്മാർ എനിക്കുണ്ട്, അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഉന്നമനത്തിനായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ 1000 നാമങ്ങൾ രചിക്കണം. ദേവി നേരിട്ട് അവരോട് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഈ 100 ശ്ലോകങ്ങൾ രചിക്കുവാൻ വേണ്ടി ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞതാണ്. ഇത് പറയിപ്പിച്ചതാണ് ദേവി. ഇത് നിങ്ങളെ കേൾപ്പിച്ചതാണ് ദേവി. നിങ്ങൾ കേൾക്കാൻ വന്നതല്ല, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ദേവി. ഇതിന്റെ ആന്തരികമായിരിക്കുന്ന സത്യം അവസാനം ചെന്ന് മുട്ടുന്നത് മുഴുവൻ ദേവിയിൽ തന്നെയാണ്. വാക്കുകൾക്ക് അമ്മയായ ദേവി, ദേവിയുടെയാണ് വാക്കുകൾ. അതാണ് കവി പറയുന്നത്. സ്വകീയാഭിഹി പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധി. തൻ്റെതായ പ്രദീപജ്വാല, കൈ പിടിച്ച ആ കൈവിളക്ക്, കൈകൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ കുടിവിളക്ക്, പ്രദീപജ്വാലാഭിഹി കൈവിളക്കിന്റെ ജ്വാല കൊണ്ട് സൂര്യന് നീരാജനം ചെയ്യുന്നത് പോലെ. ഞാനിപ്പോൾ കവിയായിരിക്കുന്നത്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ദേവിയുടെ വാക്കുകൾ ദേവിക്ക് തന്നെ സമർപ്പിച്ചത്. എങ്ങനെയാണ്? എൻ്റെ കയ്യിലുള്ള ചെറിയ ഒരു കുടിവിളക്കിലെ ദീപം കൊണ്ട് സൂര്യനെ ഞാൻ ആരാധിക്കുന്നത് പോലെ, ഇങ്ങനെ ആരാധിക്കുന്നത് പോലെയാണ്. മറ്റൊന്ന്, സ്വകീയൈഹി ചന്ദ്രോപല ജലലവൈഹി സുധാസൂതേ അർഘ്യരചന. തൻ്റെതായ ചന്ദ്രോപലലവജലൈഹി, ചന്ദ്രോപല ജലം എന്ന് പറയുന്നത് ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് വരുന്ന ആ ജലത്തുള്ളിയാണ്. ചന്ദ്രകാന്തം ചന്ദ്രരശ്മി കൊണ്ട് അമൃതവർഷണം സംഭവിപ്പിക്കും. ജലത്തുള്ളികൾ ഇതിൽ ഒഴുകി വരും. ചന്ദ്രകാന്ത കല്ലിൽ നിന്ന് വരുന്ന ജലത്തിന്റെ ലവം, അതിന്റെ കഷണം എന്ന് പറഞ്ഞാൽ ചെറിയ അംശം കൊണ്ട് ചന്ദ്രനെ കുതിക്കുന്നത് പോലെയാണ്. ചന്ദ്രോപല ജലലവൈഹി, കിരണങ്ങളിൽ നിന്നും ജലമുണ്ടാകുന്നു. അതൊരു ശക്തിവിശേഷമാണ്. ചന്ദ്രകാന്ത കല്ലിൽ നിന്ന് വരുന്ന ജലകണികകളെ കൊണ്ട് അമൃതകരനായ ചന്ദ്രന്, സുഹാസൂതേ അമൃതകരനായ ചന്ദ്രന് അർഘ്യമർപ്പിക്കൽ ചെയ്യുന്നത് പോലെ. തർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊണ്ട് അർച്ചന ചെയ്യുന്നു, വെള്ളം കൊണ്ട് അർച്ചിക്കുന്നു, അതാണ് തർപ്പണം. അങ്ങനെ ചന്ദ്രകാന്തം കല്ല് എന്ന് പറയുന്ന ആ ഉപാധി, അതിൽ നിന്ന് വെള്ളമുണ്ടാകുന്നത് ചന്ദ്രന്റെ രശ്മികൾ പതിക്കുന്ന സമയത്താണ്. ആ സമയത്ത് പതിക്കുന്ന ആ ജലലവം കൊണ്ട്, കുറച്ച് വെള്ളത്തുള്ളി കൊണ്ട് ഞാൻ ചന്ദ്രനെ അർപ്പിക്കുന്നത് പോലെയാണ്, ഒലിക്കുന്നത് പോലെയാണ്. സ്വകീയൈഹി അംഭോഭിഹി സലില നിധി സൗഹിത്യകരണം ത്വദീയാഭിഹി വാക്ഭിഹി തവയ്യം സ്തുതിഃ. സ്വകീയൈഹി അംഭോഭിഹി, സ്വകീയങ്ങളായിരിക്കുന്ന ജലങ്ങളാൽ സമുദ്രത്തിൽ തർപ്പണം ചെയ്യുന്ന പോലെയാണ്. സമുദ്രത്തിൽ നിന്നും വെള്ളം എടുത്തിട്ട്
ആ വെള്ളം കൊണ്ട് സമുദ്രത്തെ പൂജിക്കുകയാണ്, തർപ്പണം ചെയ്യുകയാണ്. രണ്ട് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് രാവിലെ തന്നെ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നു. പിതൃക്കൾക്കും ഋഷിക്കും തർപ്പണം ചെയ്യുന്നു. ആ സങ്കല്പം ചെയ്യുന്നത് ആ സമുദ്രത്തിൽ നിന്നും വെള്ളം എടുത്തിട്ട് സമുദ്രത്തെ പൂജിക്കുന്നത് പോലെയാണ്. സൂര്യന്റെ പ്രതീകമാണ് അഗ്നി, അംശമാണ് അഗ്നി. ആ അംശമാകുന്ന അഗ്നി കൊണ്ട് സൂര്യനെ പൂജിക്കുന്നു. ചന്ദ്രരശ്മി കൊണ്ട് ഉണ്ടാകുന്ന ചന്ദ്രകാന്ത കല്ലിൽ ഉണ്ടാകുന്ന ജലം കൊണ്ട് ചന്ദ്രനെ പൂജിക്കുന്നു. ഇതുപോലെയാണ് എൻ്റെ ഈ സ്തുതി ഞാനിവിടെ രചിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന് പറയുന്ന 100 ശ്ലോകം. ഇങ്ങനെയുള്ള ഈ സ്തുതി രചിക്കപ്പെട്ടിരിക്കുന്നു. വാക്കുകൾക്ക് അമ്മയായ അല്ലയോ ദേവി, വാഗ്രൂപിണിയായിരിക്കുന്ന ദേവി, സ്വകീയങ്ങളായ പ്രദീപ ജ്വാലകളെ കൊണ്ട് ആദിത്യന് നീരാജനം നടത്തുന്നത് പോലെയും ചന്ദ്രകാന്ത കല്ലിൽ നിന്ന് ഊറുന്ന ജലം കൊണ്ട് ചന്ദ്രന് അർഘ്യം അർപ്പിക്കുന്നത് പോലെയും സമുദ്രജലം കൊണ്ട് സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെയും നിന്തിരുവടിയുടെ വാക്കുകളെ കൊണ്ട് തന്നെ അല്ലയോ അമ്മേ ഈ സ്തുതി രചിക്കപ്പെട്ടിരിക്കുന്നു. കവിയാകുന്ന ആചാര്യസ്വാമികൾ തന്റെ പരിശ്രമത്തെ അവലോകനം ചെയ്തുകൊണ്ട് സ്തോത്രം ഉപസംഹരിക്കുന്നു. ഒരു അവലോകനമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് താൻ ചെയ്തത് ഇത്രയും ഈ 100 ശ്ലോകങ്ങളെ കൊണ്ട്? ദേവിയുടെ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. സ്തുതിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ദേവിയുടേത് തന്നെയാണ്, അഥവാ ദേവി തന്നെയാണ്. ഈ വാക്കുകൾ ദേവി തന്നതാണ്, അത് ദേവി തന്നെയാണ്. അത് കൈവിളക്കിന്റെ നാളം കൊണ്ട് സൂര്യന് നീരാജനവിധി ചെയ്യുന്നത് പോലെയാണ്. ഭൂമിയിൽ ലഭിക്കുന്ന എല്ലാ പ്രകാശത്തിന്റെയും സ്രോതസ് സൂര്യൻ തന്നെയാണ്. കൈവിളക്കിന്റെ നാളത്തെ പ്രകാശവും ആ കൈവിളക്കിന്റെ നാളത്തിന്റെ പ്രകാശവും സൂര്യനിൽ നിന്നുണ്ടായത് തന്നെയാണ്. ആ ദീപനാളം കൊണ്ട് സൂര്യനെ ഒഴിയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പരിശ്രമം ഇങ്ങനെയായിരുന്നു. ചന്ദ്രൻ സുധാംശുവാണ്. ചന്ദ്രകിരണം തട്ടുമ്പോൾ ചന്ദ്രകാന്തക്കല്ല് അലിയുമെന്നാണ് കവിസങ്കല്പം. ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് ഊറുന്ന ജലം കൊണ്ട് ചന്ദ്രന് അർഘ്യമർപ്പിക്കുന്നത് പോലെയാണ് തന്റെ ഈ പരിശ്രമം. ഭൂമിയിലുള്ള ജലത്തിനെല്ലാം ആധാരം സമുദ്രമാണ്. സമുദ്രത്തിൽ നിന്നും കുറച്ച് ജലം കോരി സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെയാണ് തന്റെ പരിശ്രമം. ആചാര്യ ഭഗവത് പാദര് വിനയാന്വിതനായിക്കൊണ്ട് താൻ ചെയ്തതിൽ വലിയ മേന്മയൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. എല്ലാ പ്രകാശത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രപഞ്ച ഘടകങ്ങളായ ഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും വൈഖരിയായി ഭാഷാരൂപത്തിൽ പ്രവർത്തിക്കുന്ന ശബ്ദബ്രഹ്മത്തിന്റെയും ഉറവിടം ലോകജനനിയായ പരാശക്തി തന്നെയാണ്. ദേവിയെ ആരാധിക്കുവാൻ ദ്രവ്യങ്ങളോ മന്ത്രയന്ത്രാദികളോ സ്തോത്രങ്ങളോ ഉപയോഗിക്കുമ്പോൾ അവയെല്ലാം ആ പരമചൈതന്യത്തിന്റെ ഭാഗങ്ങളാണെന്നും പുറത്തുനിന്ന് ഉപാസകന്റേതായി ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധ്യമല്ല എന്നും ശ്ലോകം സ്ഥാപിക്കുന്നു. ഉപാസകൻ തന്നെയും ആ ശക്തിയിൽ നിന്ന് ഭിന്നനല്ല എന്ന ബോധമാണ് ഈ ചിന്തയ്ക്ക് കാരണം. ഇവിടെ ഫലശ്രുതി പറയുന്നത് സർവകാര്യസിദ്ധി, വിജയം, ആരോഗ്യം. ഇവിടെ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഭാവമാണ് ഈ 100ാമത്തെ ശ്ലോകത്തിൽ. ഉപാസകൻ, ഉപാസ്യ ദേവത, ഉപാസന സമ്പ്രദായം, ഉപാസന വസ്തു. 4 കാര്യങ്ങളാണ് ഒരുമിച്ച് ചേരുക. ചതുർവിധ ഐക്യസന്ധാനം. ഇത് തന്നെയാണ് ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥ ഒരു സാധകൻ ഉപാസകന് ഉണ്ടാകണം. ഇതിന്റെ അർത്ഥബോധത്തോടുകൂടി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഉണ്ടായിരിക്കും. ദേവിയിൽ നിന്നും കിട്ടിയത് ദേവിക്ക് കൊടുത്തിട്ടാണ് ഈ സമർപ്പണം ചെയ്തിരിക്കുന്നത്. അപാകതകൾ പലതും ഉണ്ടാവാം. ഇതെല്ലാം ക്ഷമിക്കണം എന്നൊരു ക്ഷമായാചനവും ആന്തരികമായിട്ട് ഈ ഭഗവത് ഭാഗത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഇത് പഠിപ്പിക്കുന്ന വ്യക്തികൾക്കും കുറവുകൾ പലതും ഉണ്ടാകാം. നിരന്തര പരിശ്രമം കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത്. ആചാര്യനിൽ നിന്നും 4 മാത്രമേ കിട്ടുന്നുള്ളൂ. ആചാര്യ അത് പാദം ശിഷ്യ സ്വമേധയാ, പാദം സബ്രഹ്മചാരിഭ്യഃ, പാദം കാലക്രമേണതു. വിദ്യ എങ്ങനെയാണ് കിട്ടുന്നത്? അത് ആധ്യാത്മിക വിദ്യയായാലും ഭൗതിക വിദ്യയായാലും ആചാര്യ അത് പാദമാദത്തെ. 100% വിദ്യയാണെങ്കിൽ 25% മാത്രമേ ശങ്കരാചാര്യ തന്നിട്ടുള്ളൂ. പാദം ശിഷ്യ സ്വമേധയാ, ശിഷ്യൻ സ്വയം ബുദ്ധിശക്തി കൊണ്ടാണ് 1/4 ഭാഗം ഉണ്ടാക്കിയെടുക്കേണ്ടത്. പാദം സബ്രഹ്മചാരിഭ്യഃ, കമ്പൈൻ സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ
കുറെ വിദ്യ കിട്ടും. പാദം കാലക്രമേണ മരിക്കുന്നത് വരെയാണ് ബാക്കി ഭാഗം. എന്ന് മരിക്കുന്നുവോ അന്ന് വരെ വിദ്യാസമ്പാദനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെ മഹർഷി തുല്യനാണ് ശങ്കരാചാര്യര്. ഋഷീശ്വരന്മാർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സാക്ഷാത് അനുഭവൈർ ദൃഷ്ട. സാക്ഷാത്തായിരിക്കുന്ന അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ന ശ്രുത, അവരത് കേട്ടു പഠിച്ചതല്ല. ന ഗുരുദർശിത, അവരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല. ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ഈ ലോക നന്മയ്ക്ക് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഇവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കണ്ട കാഴ്ചകൾ, അകക്കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ അവര് പുസ്തക രൂപത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പുരാണമായിട്ടും ഇതിഹാസമായിട്ടും വേദമായിട്ടെല്ലാം എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്. ആ പുസ്തകത്തിലുള്ളത് നമ്മളുടെ മസ്തകത്തിലാക്കുക. ഇതാണ് ഋഷീശ്വരന്മാരുടെ മനസ്സിലിരിപ്പ്. ഇത് ഒന്നും നമ്മുടേതായി ഒന്നും ദേവിക്ക് കൊടുക്കുവാനില്ല. അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതി പേരെഴുതി അച്ഛന്റെ ഫോട്ടോ എല്ലാം വരച്ച് കേക്ക് ഉണ്ടാക്കി കേക്ക് മേടിച്ചു കൊടുക്കുന്നു. ഇത് മേടിച്ചു കൊടുക്കാനുള്ള പൈസ എവിടുന്നാണ് കിട്ടിയത്? അച്ഛൻ വിഷുക്കൈ നീട്ടം കൊടുത്ത പൈസയായിരിക്കാം, ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊക്കിയതായിരിക്കാം, അറിയാതെ. ആ പൈസ കൊണ്ട് അച്ഛനെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഇവിടെ ഒന്നും തന്നെ ഉപാസകന്റെ കയ്യിലില്ല. എല്ലാം ദേവി തന്നത് തന്നെയാണ്. ദേവി തന്നിരിക്കുന്ന വാക്കുകളെ കൊണ്ട് ഞാൻ ദേവിയെ പൂജിക്കുന്നു. ഇവിടെ ഋഷി, മന്ത്രം, ദേവത, ഭക്തൻ, ഗുരു, ശിഷ്യൻ, മന്ത്രം, ദേവത, ഇത് ഒരുമിച്ച് ചേരുന്ന ചതുർവിധ ഐക്യസന്ധാനം. ആ 4 ഐക്യത്തോടു കൂടിയ ഭാവമാണ് ഒരു ഭക്തൻ ഉണ്ടാകേണ്ടത്. ആ ഭാവം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാളും 4 ഭാഗം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് പൂർണ്ണമാകുന്നില്ല. 75% നമ്മളുടെ സാധനാശക്തി കൊണ്ടാണ് സമ്പാദിക്കേണ്ടത്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഉദ്ധരേത് ആത്മന ആത്മാനം. അർജുന, എനിക്ക് മുഴുവനും നിനക്ക് തരാൻ സാധ്യമല്ല. നിന്റെ ആത്മാവിനെ കൊണ്ട് നിന്റെ ആത്മാവിനെ ഉദ്ധരിക്കൂ അർജുന. ഇത് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് നിമിത്തമാത്രം ഭവസവിസാര്യം, നിന്നെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് അർജുന. അതിനുശേഷം കൃഷ്ണൻ ഒരു വാചകവും കൂടി പറഞ്ഞു, ഇത്രയും വലിയ ഗുഹ്യതമമായിരിക്കുന്ന ഭഗവത്ഗീത നിന്റെ മുമ്പിൽ ഞാൻ ഉപദേശിച്ച് തന്നിരിക്കുന്നു. പക്ഷേ അർജുന, സഹസ്രേഷു ഏകഃ, ഇതില് 1000 പേർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഇത് പ്രായോഗികമാക്കാൻ സാധ്യമാവുകയുള്ളൂ അർജുന. ഇത് തന്നെയാണ് ശങ്കരാചാര്യരും ആ ആചാര്യസ്വാമികൾക്കും പറയുവാനുള്ളത്. 1000 പേരുടെ മുമ്പിൽ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ മാത്രമായിരിക്കും ഇത് പ്രായോഗികമാക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല ഇത് പ്രാക്ടിക്കലാക്കുക എന്നത്. ആ 1000-ൽ ഒരാൾ നിങ്ങൾ ഓരോരുത്തരും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് കേട്ടിരുന്ന, ഇത്രയും നാളും ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറയുന്നു. പറഞ്ഞ വാക്കുകൾ മുഴുവനും ആചാര്യസ്വാമികളുടെയും ഗുരു പരമ്പരയുടെയും ദേവിയുടെയും പാദകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ ഒരു ബുക്കും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. കാര്യം പറഞ്ഞായിരുന്നല്ലോ. ജയ ജയ ശിവ ദയിതേ നിരഞ്ജനചരിതേ
कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं विपरते सकरुणा निज सायुज्य पदैकवितरणा निखिल दुःखतरणा ऐहिक निखिल दुःखतरणा अवतु मे विलसितं सपदया विरचनं तव शिवे समकर निपात हिमकर समान दृशास्नपय कृपया मामपि दृशास्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुस्वादन सुख निरस्तान्य विषयं कुरु मां निरस्तान्य विषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनम् स्वकीयसलिलैः सागरतर्पण समं जननि विदितं सकलं समं जननि विदितम् जय जय शिव दयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते. നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ ആചാര്യൻ ശ്രീ പറവൂർ ജ്യോതിശ്രീ നയിക്കുന്ന ഈ അധ്യയന ലഹരി ക്ലാസ് ഇന്ന് അതിന്റെ പരിപൂർണതയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ആചാര്യനെ ലഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. വളരെ മനോഹരമായ ആഖ്യാന ശൈലിയിൽ 1 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ ഓരോന്നോരോന്നായി ഒരു മുത്തുമാല കോർക്കുന്ന ലാഘവത്തോടെ, എന്നാൽ അതീവ ശ്രദ്ധയോടെ ഓരോ ശ്ലോകത്തിനും അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, അനുവദിച്ചതിൽ ഒരു ദിവസം പോലും കൂടുതലോ കുറവോ എടുക്കാതെ വളരെ കൃത്യമായ ഒരു വ്യക്തമായ ധാരണയോടുകൂടി ഇന്നത്തെ ദിവസം 100ാമത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനസമ്പത്തും അനുഭവ സമ്പത്തും മാത്രമല്ല, മാസങ്ങളോളമുള്ള ത്യാഗപൂർണമായ പരിശ്രമവും സമർപ്പണവും ഉണ്ടെന്ന് നമ്മൾക്ക് ഓർമ്മിക്കാം. അത് വളരെ വ്യക്തമാണ്. അങ്ങയെ ലഭിച്ചത്, ആചാര്യനായി ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യം. അതിനായി എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ സംശയ നിവാരണത്തിനുള്ള ഒരു ക്ലാസ്സാണ് അടുത്ത ക്ലാസ്. അപ്പൊ സംശയങ്ങൾ, ഇതിനു മുമ്പുണ്ടായ ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയേണ്ട ഒരു കാര്യം ഇന്ന് തന്നെ പറയുകയാണ്. ഇതിന്റെ ഈ സൗന്ദര്യ ഉപാസന മണ്ഡലിയുടെ സംഘാടകർ, പ്രത്യേകിച്ച് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഇതിന്റെ നേതൃത്വം വഹിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ സാറ് മുതലായ ഇതിന്റെ സാരഥികൾ, ഷൺമുഖാനന്ദജി, ഈ ഓരോ ദിവസവും ഈ പ്രാർത്ഥനകൾ പാടിത്തരുന്ന അമ്മമാർക്ക്, പ്രത്യേകിച്ച് ലക്ഷ്മി എന്ന ആ
ലക്ഷ്മി എന്നത് എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറയുന്നു. ഇത് നന്ദി പറയേണ്ടത് ആചാര്യനല്ല, ദേവിക്കാണ്. ദേവിയുടെ പാദകമലങ്ങളിലാണ് ആ പുഷ്പങ്ങൾ അർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള സംശയങ്ങൾ എഴുതി ചോദിക്കാം. നന്ദി, നമസ്കാരം. നന്ദി സർ. നമസ്കാരം ഗുരുജി. നമസ്കാരം സർ. പാദനമസ്കാരം. 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 നമസ്കാരം. ആചാര്യ കോടി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുജി പാദനമസ്കാരം. ആചാര്യന് നമസ്കാരം. നമസ്കാരം ഗുരുജി. നമസ്കാരം ഗുരുജി. നമസ്കാരം. നമസ്കാരം ഗുരുജി. പ്രണാമം സദ്ഗുരു. കോടി കോടി ശതകോടി പ്രണാമം. നമസ്കാരം. നമസ്കാരം. കൃതജ്ഞതാ പുഷ്പങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. 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 നമസ്കാരം ഗുരുജി. നമസ്കാരം. जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महि